നമസ്കാരം. A+ വിന്നേഴ്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നവംബർ 20 ചില പ്രത്യേകതകൾ നോക്കാം. നവംബർ 20 അന്താരാഷ്ട്ര ശിശുദിനം, ലോക ശിശു അവകാശ ദിനം കൂടിയാണ്. ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭ കുട്ടികളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള പ്രഖ്യാപനം അംഗീകരിച്ചത് 1959 നവംബർ 20 ആയതുകൊണ്ടാണ് ഈ ദിനം അന്താരാഷ്ട്ര ശിശുദിനമായി ആചരിക്കുന്നത്. ലോകത്തെ കുട്ടികളുടെ ക്ഷേമത്തെ ഉയർത്താനും പ്രയോജനകരമാക്കുവാനുമുള്ള പ്രവർത്തനങ്ങൾക്കായാണ് ഈ ദിനം ആചരിക്കുന്നത്. നവംബർ 20 ആഫ്രിക്ക വ്യവസായവൽക്കരണ ദിനമാണ്. ആഫ്രിക്കയുടെ വ്യവസായവൽക്കരണത്തെപ്പറ്റിയും ആ ഭൂഖണ്ഡം നേരിടുന്ന വെല്ലുവിളികളെപ്പറ്റിയും ലോകത്തെ അറിയിക്കുവാനായി ഐക്യരാഷ്ട്രസഭയുടെ ആഹ്വാനപ്രകാരം നവംബർ 20 ആഫ്രിക്ക ഇൻഡസ്ട്രിയലൈസേഷൻ ഡേ ആയി ആചരിക്കുന്നു. 1921 മാപ്പിള സമരത്തെ തുടർന്ന് ബ്രിട്ടീഷ് പട്ടാളം തിരൂരിൽ നിന്നും കോയമ്പത്തൂർ ജയിലിൽ അടയ്ക്കാൻ റെയിൽവേയുടെ ചരക്കു വാഗണിൽ കുത്തിനിറച്ചു കൊണ്ടുപോയ തടവുകാർ ശ്വാസം മുട്ടി മരിച്ച സംഭവമാണ് വാഗൺ ദുരന്തം. 1921 നവംബർ 20 ഈ സംഭവം നടന്നത്. അമേരിക്കൻ ഐക്യനാടുകളുടെ 47ാമത്തെ വൈസ് പ്രസിഡന്റും 46ാമത്തെ പ്രസിഡന്റുമായി തിരഞ്ഞെടുക്കപ്പെട്ട ജോ ബൈഡൻ ജനിച്ചത് 1942 നവംബർ 20. കേരളത്തിൻ്റെ ആരോഗ്യമന്ത്രി കെ ശൈലജ ടീച്ചർ 1956 നവംബർ 20 ജനിച്ചു. സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ച ആദ്യത്തെ വനിതാ എഴുത്തുകാരി സെൽമ ഒട്ടീലിയ ലോവിസ് ലൊഗർലെവി 1858 നവംബർ 21 ജനിച്ചത്. പ്രശസ്തനായ റഷ്യൻ എഴുത്തുകാരൻ ലിയോ ടോൾസ്റ്റോയ് അന്തരിച്ചത് 1910 നവംബർ 20. മലയാള സാഹിത്യകാരൻ VK നാരായണ ഭട്ടതിരി 1964 നവംബർ 20 അന്തരിച്ചു. ഇന്ത്യയിലെ ഏതെങ്കിലും കോടതിയിൽ വാദിക്കുന്ന ആദ്യ വനിതയും രാജ്യസഭയെ നയിച്ച ആദ്യ വനിതയും അഭിഭാഷകയും ആയിരുന്ന വയലറ്റ് ആൽവ 1969 നവംബർ 20 അന്തരിച്ചു. ഓരോ ദിവസത്തെയും പ്രത്യേകതകൾ അറിയുവാനായി A+ വിന്നേഴ്സ് എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. മറ്റൊരു ദിവസത്തെ പ്രത്യേകതയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.